ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മട്ടൻ കറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റോട് കൂടി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലം മട്ടൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ മട്ടനൊക്കെ ഞാൻ കഴുകി വെള്ളം പാരാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഉള്ളി വറുത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് അടി കട്ടിയുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ ചട്ടിയിരിക്കുന്നത്. നല്ലവണ്ണം ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് 8 ഉള്ളി എടുത്തിരിക്കുന്നത്. 2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്യ് ഞാൻ ആദ്യം ഒഴിക്കാൻ മറന്നതാണ് കേട്ടോ. നമ്മൾ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഉള്ളി വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ മസാലയൊക്കെ ഉണ്ടാകുക. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഉള്ളി ഒന്ന് മയങ്ങി വരുന്ന സമയത്ത് നമ്മൾ കൈയ്യെടുക്കാതെ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഉള്ളിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ ഒരേപോലെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. കൈയ്യെടുക്കാതെ ഇളക്കിയതിന് ശേഷം ഉള്ളി ഇതേപോലത്തെ കളറായിട്ട് വരും കേട്ടോ. ഇതേപോലെ കളറാണ് സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാകട്ടെ വേണ്ടിട്ട് നിൽക്കരുത്. ഇതേപോലെ കളറാണ് സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് കോരുക. ഇത് ഇരിക്കും തോറും നല്ലവണ്ണം കളർ വന്നോളും. അപ്പോൾ അത് ഉള്ളിയൊക്കെ കളറായി ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. കോരി എടുത്തു കഴിയുമ്പോൾ തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് കൊട്ടിയിട്ട് അത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ വിടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മുഴുവൻ ഉള്ളിയും ഇതേപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഉള്ളി ഒരിക്കലും കരിഞ്ഞ് പോകരുത് കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെള്ളമൊക്കെ നല്ലവണ്ണം വാർന്ന മട്ടനെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിക്കണം നിർബന്ധമൊന്നുമില്ല, പൊടിച്ചെടുക്കുക. ഞാനൊന്ന് പൊടിച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 4 തക്കാളിയാണ്. ഇത് 2 കിലോ മട്ടൻ ആയതുകൊണ്ടാണ് ഞാനിതാ 4 തക്കാളി എടുത്തിട്ടുണ്ട്. 400 ഗ്രാമാണ് തക്കാളി. അതും കനല്ലാതെ അരിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അതിലേക്ക് ഞാനൊരു കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഞാൻ അതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഞാൻ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഇത് ഞാൻ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഞാൻ ആദ്യം തന്നെ ചായച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകാണ് ഇടുന്നത്. ഞാൻ 3 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. എന്നിട്ട് ഞാനത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഉള്ളി പൊരിച്ച എണ്ണയും നെയ്യും പാടുള്ളത് 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം പാടെ തന്നെ ആദ്യം എല്ലാം ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ട് മിക്സാക്കിയതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണോ മിക്സാക്കാൻ സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്യുക. കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട്, കരണ്ടിയും കൊണ്ടാണെങ്കിൽ കരണ്ടിയും കൊണ്ട് അങ്ങനെ ചെയ്തിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം. ഞാനത് ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചട്ടിയിൽ മിക്സാക്കിയത്. പിന്നെ അത് ഒരുപാട് വേകാനും എന്താ പറയുക, ഗ്യാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒരു വിസിലടുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വേവിൽ നമ്മൾ ചട്ടിയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു വിസിലടിച്ച് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രമാണ് ഞാൻ തുറക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്.
അപ്പോൾ അതാ ഒരു വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം ഞാനിതാ തുറന്നിട്ടിട്ടു. അപ്പോൾ നമ്മളിട്ട ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഇത് ചോറിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ട, ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇനി ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു കിടിലൻ മസാല തന്നെയാണ് കേട്ടോ. അതിന് ശേഷം ഞാനത് വലിയൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി നോക്കിയാൽ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് പൊടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നല്ലവണ്ണം അത് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു കപ്പ് ഒന്നാം പാലാണ്, കട്ടിയുള്ള തേങ്ങാപ്പാലാണിത്. 2-3 പാലൊന്നും ഒഴിക്കില്ല, ഒരേ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഉപ്പോ പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാം തക്കാളിയും തൈരും ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ലവണ്ണം പുളിയൊക്കെ ഉണ്ട്. ഒന്നും ഇതിൽ കൂടുതലല്ല, ഒക്കെ പാകം പോലെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയാൽ കുറച്ച് ഉപ്പിൻ്റെ കമ്മിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള വേവ് മുഴുവനും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം അത് വറ്റിച്ചെടുക്കുക. നല്ലവണ്ണം അത് വറ്റിക്കണം. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം മുഴുവനും വറ്റിയിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. ആ സമയത്ത് എൻ്റെ പൊന്നോ എന്തോരു ടേസ്റ്റാണിതറിയോ. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി അതൊരാൾക്കും കൂടി ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. കണ്ടോ, വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബിരിയാണിക്ക് ദമ്മിടാനൊക്കെ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുമ്പോൾ തന്നെ അറിയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല കിടിലം കോമ്പിനേഷൻ ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെല്ലാവരെയും കൊണ്ട് ഓക്കെ, താങ്ക് യു, ബൈ.